അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, എൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഖബറ് കാണാൻ പോകും. ഖബറുള്ളത് കാളികാവിനടുത്തൊരു സ്ഥലത്താണ്, ചെറിയൊരു ഗ്രാമം, ഞങ്ങളുടെ ഒരു ഗ്രാമം അവിടെ. അപ്പൊ ഇങ്ങനെ ഖബറ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 3 മനുഷ്യന്മാർ കിടക്കുന്ന സ്ഥലമാണ്, വാപ്പയും ഉമ്മയും കാക്കയും. അപ്പൊ ഈ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോഴേ ഞാൻ ആലോചിക്കാറുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എടാ, ഒന്ന് ചീത്ത പറയാനെങ്കിലും അവർ ഈ ഭൂമിയിൽ ഉണ്ടായാൽ മതിയായിരുന്നു. അവർ ഈ ഭൂമിയിൽ ഉണ്ടായാൽ മതിയായിരുന്നു. ഒന്ന് ചീത്ത പറയാനെങ്കിലും ഉമ്മ ഉണ്ടായാൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നി. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്ന ഒരു സമയമുണ്ട്. എടാ, ഈ ആയുസ്സിൽ ഏറ്റവും നല്ല കാലമാണത്. നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോഴും പാപ്പ കോളിംഗ് അല്ലെങ്കിൽ അച്ഛൻ കോളിംഗ്, അമ്മ കോളിംഗ് എന്നൊക്കെ വരുന്നുണ്ടോ? ഈ ആകാശത്തിന്റെ ചുവട്ടില് ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യന്മാരാണ് നിങ്ങൾ. അതില്ലാത്ത ഒരാളോടൊന്ന് ചെന്നിട്ട് ചോദിച്ചു നോക്കുന്നുണ്ടോ? അപ്പൊ മനസ്സിലാവും. അച്ഛൻ, അമ്മ, പാപ്പ, അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു കുടുംബത്തിലൊരു കുട്ടി ഒരു ദിവസം ഊട്ടിയിലേക്ക് ടൂർ പോയി. അവന്റെ ചങ്ങായിമാരുടെ കൂടെ പോയത്. ഒരു 25 വയസ്സ് 24 വയസ്സൊക്കെയുള്ള ആളാണ്. അപ്പൊ ഇവന് പോയ സമയം മുതൽ ഇവന്റെ ഉമ്മ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തി, ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, എവിടെ എത്തി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചു വരുമ്പോഴും ഇതേപോലെ ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് ഇവന് ഉമ്മയോട് ചൂടായി. കാരണം ഇവന്റെ ചങ്ങാതിമാരൊക്കെ ഇവനെ കളിയാക്കിയെന്ന് തോന്നുന്നുണ്ട്. നീ എന്താ ചെറിയ കുട്ടിയാണോ ഉമ്മ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതൊക്കെ. ഇവന് ദേഷ്യം വന്നിട്ട് ഉമ്മയോട് ചൂടായി. പിന്നെ കാണുന്നത് എന്താണെന്നറിയോ? പിന്നെ ഉമ്മ അവനെ വിളിക്കണില്ല. ഉമ്മ അവിടെ ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ്. ആര് കണ്ടു എന്നറിയോ? ഇവന്റെ പെങ്ങള് 9 മാസം ഗർഭിണിയായിരിക്കുന്ന സമയമാണ്. പെങ്ങൾ അവനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഉമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല താത്ത, ഞാനൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞോ? ഉമ്മ അവിടെ കരഞ്ഞിരിക്കുന്നുണ്ടല്ലോ. നിന്നെ ഫോൺ വിളിച്ച ശേഷം ഉമ്മ കരഞ്ഞിരിക്കുന്നുണ്ടല്ലോ. നീ എന്തെങ്കിലും പറഞ്ഞോ? ആ അമ്മ, താത്ത ഞാൻ പറഞ്ഞു. ഉമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് വിളിയോട് വിളി. ഇതിനുമ്മ എന്നെങ്ങനെ വിളിക്കണ? ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ഉമ്മ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നിട്ട് ദേഷ്യം വന്നു. അതാണ് ഞാൻ ചൂടായത്. അപ്പൊ അവളോട് പറഞ്ഞു, ഉമ്മ എന്നോട് ചൂടാവുണ്ടല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാം? എടാ, അത് ഉമ്മ ആയതുകൊണ്ടാണ്. ഇതൊന്നും നല്ല തുടങ്ങിയതല്ല ഈ ശ്രദ്ധ. ഞാൻ 9 മാസമായിട്ടേ എന്റെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. ഈ 9 മാസമായിട്ട് ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല. എനിക്കറിയോ? ഉറക്കത്തിൽ അറിയാതെ പോലും ഒന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നാൽ ഇല്ലാതെയാകുന്നതൊരു ജീവനാണെന്ന് എനിക്കറിയാം. അതാണ് ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉമ്മ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയാലോ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഉമ്മ കുട്ടി എന്ന് പറഞ്ഞാൽ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധമല്ലേ? ഈ കുട്ടി പുറത്തേക്ക് വന്നാലും തീരുന്നില്ല. പൊക്കിൽ കൊടി ഇങ്ങനെ കണക്റ്റഡ് ആയി കിടക്കണതാണ്. ഇതൊക്കെ അറിയോ? അത് പൊക്കിൽ കൊടി ഇങ്ങനെ ആയിരിക്കും. ഇത് മുറിഞ്ഞതല്ല, നമ്മൾ മുറിച്ചു മാറ്റിയതാണ്. അതെങ്ങാനും മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിലോ ഇത് ഒന്നെന്നാണ്. മനസ്സിലായില്ലേ? ഇത് മുറിഞ്ഞു പോയതല്ല, നമ്മൾ മുറിച്ചു മാറ്റിയതാണ്. അതുകൊണ്ട് ഈ അച്ഛൻ ഉണ്ടാവുക, അമ്മ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞല്ലേ. ഒരു അച്ഛനെ കുറിച്ച് ഞാൻ കേട്ടൊരു സംഭവമുണ്ട്. നേരത്തെ ഞാൻ ബസ്സിൽ പോയ എന്റെ മാഷെ കുറിച്ച് പറഞ്ഞില്ലേ? ആ മാഷ് പറഞ്ഞൊരു സംഭവം. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ തൃശ്ശൂര്, ഡോക്ടറാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ഈ പാലിയേറ്റീവ് ഡോക്ടറില്ലേ, ഈ തീരെ വയ്യാത്ത ആളുകൾ, ക്യാൻസറൊക്കെ പിടിച്ച ആളുകളുടെ അവസാനത്തെ വാർഡാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഒരു ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ, ചികിത്സയൊന്നുമില്ല. അങ്ങനത്തെ ഒരു വാർഡിലേക്ക് ഒരു അച്ഛൻ മോനെയും കൊണ്ടുവരിക. ആ മോന് തീരെ വയ്യ. അന്ന് രാത്രി ഈ മോന് ഉറങ്ങുന്നേയില്ല. അപ്പോ ഈ അച്ഛൻ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ, എന്റെ കുട്ടി മരുന്ന് കുടിച്ചാലൊന്നും ഉറങ്ങൂല, ഞാൻ തോളിലിട്ട വേഗം ഉറങ്ങും, എന്റെ കുട്ടി ഞാൻ തോളിലിട്ട പെട്ടെന്ന് ഉറങ്ങും, അതുകൊണ്ട് ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ, ഞാനൊന്ന് തോളിലിട്ടിട്ട് ഉറക്കിക്കോട്ടെ. ഈ അച്ഛന്റെ പേര് നാരായണൻകുട്ടി എന്നാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു,
അത് പറ്റില്ല നാരായണൻകുട്ടി. നമ്മൾ ഈ രോഗികളുടെ അടുത്തേക്ക് മറ്റുള്ളവരൊന്നും ഇങ്ങനെ അകത്തേക്ക് വരാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് നാരായണൻകുട്ടി ക്ഷമിക്കണം, അകത്തേക്ക് വരാൻ കഴിയില്ല. നമ്മൾ മരുന്ന് എന്തെങ്കിലും കൊടുക്കാം, കുട്ടി കുറച്ച് സമയം കഴിഞ്ഞാൽ ഉറങ്ങിക്കൊള്ളും. അപ്പൊ ഈ അച്ഛന് രണ്ടാമതായിട്ട് ഡോക്ടറോടൊരു കാര്യം ചോദിക്കുക, ഡോക്ടറെ എന്നാൽ എന്റെ കുട്ടിയോടൊരു കാര്യം പറയൂ. എന്താ? അവനിങ്ങനെ കിടക്കുന്ന ആ കട്ടിലില്ലേ, ആ കട്ടിലുണ്ട്, ആ കട്ടിലിനടുത്തൊരു മതിലില്ലേ, ആ മതിലുണ്ട്, ആ മതിലിന്റെ അപ്പുറത്ത് അച്ഛനുണ്ട് എന്ന് എന്റെ കുട്ടിയോടൊന്ന് പറയൂ. അത് ഞാൻ പറയാം. ഡോക്ടർ പറയണേ, ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് രാവിലെ 5 മണിക്കാണ്. ഈ 5 മണിയായപ്പോ ഡോക്ടർ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആ മതിലിന്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കുക, പുറത്ത് ഹോസ്പിറ്റലിന്റെ പുറത്ത് ആ മതിലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ട് രാവിലെ 5 മണിക്കും നാരായണൻകുട്ടി എന്ന ആ പാവം അച്ഛൻ. ഇതാ കുട്ടി കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നമ്മൾ ആരും നമ്മുടെ അച്ഛനെ കാണുന്നില്ല. ആ സങ്കടങ്ങളെ നമ്മൾ അറിയണില്ല, ആ ഉരുകുന്ന മനുഷ്യനെ നമ്മൾ അറിയണില്ല. അയാൾക്ക് ഒരുപാട് ഉരുക്കങ്ങൾ ഉണ്ടാവും, കാരണം എല്ലാവരുടെ സങ്കടങ്ങളും അയാൾ പരിഹരിക്കണം. അയാളുടെ സങ്കടങ്ങൾ ആര് പരിഹരിക്കും? എല്ലാവരുടെ മുറിവിനും പരിഹാരം അയാളാണ്. അയാളുടെ മുറിവിന് ആരാണ് പരിഹാരം? നമ്മൾ പണ്ടൊക്കെ പെട്ടെന്ന് മുറിയായാല് ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടി ഇല്ലേ, നിങ്ങൾക്കറിയോ? അപ്പ എന്നാ പറയാ, കണ്ടിട്ടുണ്ടോ നിങ്ങള്? അപ്പ. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങള് അവരുടെ അച്ഛനെ വിളിക്കുന്ന പേരെന്താന്നറിയോ? അപ്പ എന്നാണ്. വാപ്പ, അപ്പ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടോ അല്ലെ? പെട്ടെന്നുണ്ടാകുന്ന മുറിവുകൾക്ക് ഉണക്കാൻ പറ്റുന്ന പച്ചമരുന്നിന്റെ ഒരു കാടാണ് അച്ഛൻ. ഈ അച്ഛന്റെ ഉരുക്കങ്ങള്, അയാളുടെ പൊള്ളലുകൾ, വേദനകൾ ആരും അറിയില്ല. അതിങ്ങനെ ഉരുകി ഉരുകി തീരുന്ന ഒരു ആയുസിന്റെ പേരാണ്. അതുകൊണ്ട് ആകെ ചെയ്യാവുന്ന കാര്യം എന്താണെന്നറിയോ നിങ്ങള്? നമ്മുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഇങ്ങനെ നോക്കിയാല്, നമ്മുടെ മുത്തശ്ശനെയൊക്കെ ഇങ്ങനെ നോക്കിയാല് അവരുടെ ചോരയും നീരൊക്കെ ഇങ്ങനെ വാർന്നു പോയിട്ടുണ്ടാവും, കണ്ടില്ലേ? തൊലിയൊക്കെ, ഈ എല്ലൊക്കെ ഇങ്ങനെ കാണാം. ഇത്രയൊന്നും അവരുടെ തൊലി ഉണ്ടാവില്ല, ഈ ചോരയും നീരൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവും, കണ്ടില്ലേ? ഈ ചോരയും നീരൊക്കെ എങ്ങോട്ടാ പോയത്? മക്കളെ നോക്കിയാൽ മതി, മക്കള് നല്ല ചോരയും നീരൊക്കെ ഉണ്ടാവും. ആ ചോരയും നീരും ഇങ്ങോട്ട് വന്നതാണ്. അച്ഛന്റെയും അമ്മയുടെയും ചോരയും നീരൊക്കെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശിഷ്യനുണ്ട്, നബി തിരുമേനിയുടെ ഒരു ശിഷ്യൻ. ആ ശിഷ്യന്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഒരാള് പറയാ, ഞാൻ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്താണ് അതിനുള്ള പരിഹാരം? അപ്പൊ അദ്ദേഹം ചോദിച്ചത് എന്താണെന്നറിയോ? നിങ്ങളുടെ വാപ്പയും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം ഇല്ല, അമ്മ മരിച്ചുപോയി. വാപ്പയോ? ഇല്ല, വാപ്പയും മരിച്ചുപോയി. ആണോ? എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയുള്ള കാലം ജീവിക്കൂ. അപ്പൊ അദ്ദേഹം ഇവിടുന്ന് പോയതിനു ശേഷം കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അതെല്ലാം കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഒരാൾ വന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അയാളോട് ചോദിച്ചത് അമ്മ ജീവിച്ചിരിപ്പുണ്ടോ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ലേ, അതെന്തിനാ അങ്ങനെ ചോദിച്ചത്? അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയോ? ഒന്നുമില്ല, നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മുടെ വാപ്പയെയും ഉമ്മയെയും നമ്മൾ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് എന്റെ നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും നല്ല സമയം ചെലവഴിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ ഏറ്റവും നല്ല സമയം ചെലവഴിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ മോന് 13 വയസ്സായി, എനിക്ക് 40 വയസ്സായി, എന്റെ കൂടെയുള്ള ആൾക്ക് 33-34 വയസ്സായി. ഞങ്ങളുടെ ഏറ്റവും നല്ല സമയം, ഞങ്ങളുടെ യൗവനം ഞങ്ങൾ ചെലവഴിക്കുന്നത് ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? ഞങ്ങളെ സ്വപ്നം കാണുന്നത്, ഞങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്നത്, ഞങ്ങൾ വീട് വെക്കുന്നത്, വാഹനം വാങ്ങുന്നത് എല്ലാം എന്തിനാ? അവന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവന്റെ യൗവനം ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? മിക്കവാറും അത് മറ്റുള്ള ആളുകൾക്ക് എടുക്കും. കുറച്ചെങ്കിലും അവനെ പോറ്റി വളർത്തിയവർക്ക് കൂടിയിട്ട് ഉള്ളതാണ് എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ഓർമ്മയുണ്ട് എങ്കിൽ അത് ആ കുട്ടിക്ക് നല്ലതാണ്. മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാലമാണ് നമ്മുടെ ജീവിതത്തിലെ
ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നബി തിരുമേനി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വല്ലാത്തൊരു വാക്കുണ്ട്. ഇങ്ങനെയാണ് ആ വാക്ക്, ബുക്കാഉൽ വാലിദൈനി റഖൂഖുഹു വൽ കബായിർ. മാതാപിതാക്കൾ നമ്മൾ കാരണം കരഞ്ഞാൽ, നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മൾ കാരണം കരഞ്ഞാൽ ആകാശത്തിന് ചുവട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാപമാണ്. എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, അദ്ദേഹം സ്വാമിജിയാണ്, തിരുവില്ലാമലയിലാണ്, അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിന്റെ പേര് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് എന്നാണ്. അദ്ദേഹം ഒരു ദിവസം പ്രസംഗത്തിൽ കൂടിയിരിക്കുന്ന സമയത്ത് പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ നിങ്ങൾ അതിൽ നിന്ന് തീർച്ചയായും അച്ഛന് കൊടുക്കണം, അച്ഛനൊരു വലിയൊരു സംഖ്യ കൊടുക്കണം, അമ്മയ്ക്കൊന്നും കൊടുക്കരുത്, അമ്മയ്ക്കൊന്നും കൊടുക്കരുത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശമ്പളം ബാക്കിയുള്ള ശമ്പളം മുഴുവനും ആ കാൽച്ചുവട്ടിൽ വെക്കുക, എന്നിട്ട് അമ്മ എന്തെങ്കിലും തിരിച്ചു തന്നാൽ അതുകൊണ്ട് പോവുകയാണ്. അമ്മയ്ക്കൊന്നും കൊടുക്കരുത്, ശമ്പളം മുഴുവനും അമ്മയുടെ കാൽച്ചുവട്ടിൽ വെക്കണം, എന്നിട്ട് അമ്മ എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ അതെടുത്തോണ്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ ചെയ്യാൻ വേണ്ടി ആവണമെന്നില്ല ഗുരു അങ്ങനെ പറയുന്നത്. അതാണ് അമ്മ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ഇത്രയുള്ളൂ. നമ്മൾ അവരെ വേദനിപ്പിക്കാതിരുന്നാൽ മതി, നമ്മൾ കാരണം അവർ നോവാതിരുന്നാൽ മതിയിടാം മതി.